ശ്രീ സജീവ് ജോസഫ്, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, സംസ്ഥാനത്തിൻ്റെ ധനകാര്യ അച്ചടക്കം ശക്തിപ്പെടുത്തുന്നതിനും നികുതി സംവിധാനം കൂടുതൽ ആധുനികവും സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനുമായിട്ടുള്ള ഈ ധനകാര്യ ബില്ലിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് സർ. സർ, ഈ സുപ്രധാനമായ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ യാതൊരു നീതീകരണവുമില്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിയമസഭയിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ലാത്ത ഗൗരവമായ ഒരു വിഷയവും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തികച്ചും അവാസ്തവവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ വളരെ ബാലിശമെന്നോണം ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഈ സഭാ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന നിലപാട് അത് ഈ കേരള നിയമസഭയ്ക്ക്, പവിത്രമായ ഈ സഭയ്ക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് സർ. സർ, ജനദ്രോഹ നടപടികളിൽ ഗവേഷണം നടത്തിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാർ പുറത്തുപോയി ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷത്ത് ഇരുന്ന് ഈ സീറ്റുകളിലേക്ക് വന്നപ്പോൾ ജനക്ഷേമ പദ്ധതികൾ കണ്ട് അമ്പരം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്, നമ്മൾ കാണുന്നത്. കാരണം അവർക്ക് സർക്കാരിനെതിരെ വിമർശിക്കാനൊന്നുമില്ല. സർക്കാരിൻ്റെ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു, വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അപ്പോൾ ഇതിനോട് ഒരു ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാനോ നിയമനിർമ്മാണ വേളയിൽ ന്യായമായ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി ഈ നിയമനിർമ്മാണം പ്രക്രിയ പൂർത്തീകരിക്കാനുള്ള ഒരു സഹകരണവും ഇല്ലാത്തത് തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവർ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നിരയ്ക്കും അത് അപമാനകരമാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സർ, ഈ ബില്ല് പുതിയ നികുതികൾ ചുമത്തുന്നതിനേക്കാൾ നിലവിലുള്ള നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും വ്യാപാര സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നികുതി തർക്കങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതിനുള്ള ഒരു സമഗ്ര പരിഷ്കരണ ബില്ലായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കും. സാറേ, ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ചെറുകിട നികുതി കുടിശ്ശിക ഒഴിവാക്കൽ സ്കീം 2026 GST നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന പൊതുവിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, കാർഷികാദായ നികുതി, ആഡംബര നികുതി തുടങ്ങിയ നിയമങ്ങളുടെ കീഴിൽ നിരവധി കേസുകൾ ഇന്നും തീർപ്പാക്കാതെ കിടക്കുകയാണ്. ഇവയിൽ പലതും 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളാണ്. രേഖകൾ ലഭ്യമല്ല, സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, ഉടമകൾ മാറി, പലരും വ്യാപാരം തന്നെ അവസാനിപ്പിച്ചു. ഇത്തരത്തിലുള്ള ചെറിയ കുടിശ്ശികൾ പിരിച്ചെടുക്കാൻ സർക്കാർ ചെലവഴിക്കുന്ന ഭരണച്ചെലവും മനുഷ്യവിഭവശേഷിയും പലപ്പോഴും ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ വളരെ പ്രായോഗികമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 2017-18 വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള കുടിശ്ശികൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. സാർ, ഇത് സർക്കാരിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ വ്യാപാര സമൂഹം സമ്പദ്ഘടനയുടെ നട്ടെല്ലായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സാർ, അവരെ ശിക്ഷിച്ചുകൊണ്ടല്ല, വിശ്വാസത്തിലെടുത്ത് അവരെ കൂടെ നിർത്തി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. സാർ, പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാം, നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാമെന്നാണ് സർക്കാരിൻ്റെ നയം. സാർ, ഇത് ചെറുകിട വ്യാപാരികൾക്കും കുടുംബ വ്യവസായങ്ങൾക്കും നമ്മുടെ ഗ്രാമങ്ങളുടെ നാഡീമിടിപ്പായി നമ്മൾ അറിയപ്പെടുന്ന സഹകരണ മേഖലയുടെ സ്ഥാപനങ്ങൾക്കുമൊക്കെ വലിയ ആശ്വാസമാകും. സാർ, 2018 മഹാപ്രളയം, 19 അതുപോലെ പ്രളയം, അത് നമുക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോവിഡിൻ്റെ പ്രതിസന്ധികൾ, ഈ ഘട്ടത്തിലൊക്കെയാണ് പ്രളയ സെസ് ഏർപ്പെടുത്തിയത്. അതൊരു നികുതി മാത്രമായിരുന്നില്ല, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള ജനങ്ങളുടെ ഒരു സംഭാവനയായിരുന്നു. സാർ, ഇപ്പോൾ സെസ് അവസാനിപ്പിച്ചെങ്കിലും ചില കുടിശ്ശികൾ നിലനിൽക്കുകയാണ്. ഈ കുടിശ്ശികയിലുള്ള പ്രളയ സെസ് മുഴുവനും അടയ്ക്കുന്നവർക്ക് പലിശയും പിഴയും പൂർണ്ണമായും ഒഴിവാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഇത് വ്യാപാരികൾക്ക് ആശ്വാസവും സർക്കാരിന് വരുമാനവും ഒരുപോലെ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ GST നിയമ ഭേദഗതികൾ, GST നിലവിൽ വന്നതിന് ശേഷം വ്യാപാര രംഗത്ത് നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു.
ഡിസ്കൗണ്ടുകൾ, ക്രെഡിറ്റ് നോട്ടുകൾ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, റീഫണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത ആവശ്യമായിരുന്നു. ഈ ബില്ലിലെ ഭേദഗതികൾ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ, പരിഹരിക്കാൻ, നികുതി നിയമം കൂടുതൽ ലളിതമാക്കാൻ, അതിലൂടെ വ്യാപാരികൾക്കും നികുതി ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്ന ഒന്നായി മാറി. അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതി പരിഷ്കരണം സാർ, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ തന്നെ വില കുറഞ്ഞ വാഹനങ്ങൾക്ക്, അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് അതിൻ്റെ നികുതി വളരെ കുറവാണ്. കൂടുതൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ക്രമാനുഗതമായിട്ടുള്ള വർധനവ് വരുത്തി. അതൊരു യാഥാർത്ഥ്യവും അതുപോലെ തന്നെ യുക്തിസഹവുമായിട്ടുള്ള ഒരു പുനഃക്രമീകരണമാണ് ഈ രംഗത്ത് ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ മുദ്രപത്ര നിയമത്തിലെ ഭേദഗതി, അതിലും മുദ്രവില അടച്ച രേഖകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് കൂടുതൽ വ്യക്തവും സുതാര്യവുമായി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഒരു നല്ല നികുതി സംവിധാനം എന്നത് കൂടുതൽ നികുതി പിരിച്ചെടുക്കാനല്ല, നികുതിദായകരുടെ വിശ്വാസം നേടുക എന്നതാണ്. സർ, ഈ ബിൽ അതാണ് ചെയ്യുന്നത്. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നികുതി തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, ചെറുകിട വ്യാപാരികൾക്ക് പുതിയ തുടക്കം നൽകുന്നു, സർക്കാരിൻ്റെ ഭരണച്ചെലവ് കുറയ്ക്കുന്നു, നികുതി സംവിധാനം കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നു, വ്യാപാര സൗഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നു. സർ, സംസ്ഥാനത്തിൻ്റെ ധനകാര്യ അച്ചടക്കം മെച്ചപ്പെടുത്തുന്നതിനും വികസന പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിനും ഈ ബിൽ സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർ, അതുപോലെ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റും അതുപോലെ തന്നെ ധനകാര്യ ബില്ലും അത് പൂർണ്ണമായും അതിൻ്റെ അന്തസ്സത്ത ജനപക്ഷ നിലപാടാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും പുതുക്കിയ ബഡ്ജറ്റും അതിനുശേഷം ഇവിടെ നടന്ന ചർച്ചയും അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടിയും മറ്റു മന്ത്രിമാർ നൽകിയിട്ടുള്ള മറുപടി പ്രസംഗങ്ങളും അതെല്ലാം തന്നെ വാഗ്ദാനങ്ങൾക്കും അവകാശവാദങ്ങൾക്കും അപ്പുറം നാടിൻ്റെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഗുഡ് ഗവേണൻസ് ആണ് വ്യക്തമാക്കുന്നത്. സാർ, ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി അത് കൺവിൻസിംഗ് ആണ്. ഓപ്പറേഷൻ തുഫാൻ പോലെയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ക്യാമ്പയിൻ അത് ഈ നാടിൻ്റെ വിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള നടപടികളാണ് സാർ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, SC/ST വിഭാഗത്തെ അവരെയെല്ലാം ചേർത്ത് നിർത്താനുള്ള ഇച്ഛാശക്തിയെ, സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സാർ. ഇതേ ദിശയിൽ തന്നെ മലയോര മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ കൂടെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് സാർ മലയോര മേഖലയിലെ ജനങ്ങൾ കാണുന്നത്. പ്രധാനമായും മലയോര വികസന അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സാർ. സാർ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മലയോര വികസന ഏജൻസി ഉണ്ടായിരുന്നു, ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഏജൻസി. സാർ, അതിൽ കാലികമായ മാറ്റം വരുത്തിക്കൊണ്ട് മലയോര മേഖലയുടെ പ്രത്യേകതകൾ കണക്കിലെടുത്തും ആ പ്രദേശത്തിൻ്റെ പ്രയോറിറ്റികൾ നിശ്ചയിച്ചും വന്യമൃഗശല്യം പോലെയുള്ള പരിഹരിക്കപ്പെടാൻ സാധിക്കാതെ പോകുന്ന പ്രശ്നങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തി പരിഹരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു ഏജൻസിയായി നമുക്കതിനെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാലികമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മലയോര വികസന അതോറിറ്റി കൂടി പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെ അനുഗ്രഹീതമാകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സാർ. ഇപ്പോൾ മലയോര മേഖല മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സാർ ജപ്തി നടപടികളാണ് സാർ. അത് വളരെ പെട്ടെന്നുണ്ടായ സംഭവവികാസമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് കോവിഡ്, അതുപോലെ തന്നെ നമ്മുടെ പ്രളയം, കഴിഞ്ഞ നാളുകളിലെ സാമ്പത്തിക അരാജകത്വം, ഇതെല്ലാം അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി പാവപ്പെട്ടവരിൽ നിൽക്കുകയാണ് സാർ. അവർക്ക് ബാങ്കുകളിൽ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. വായ്പ എടുത്തവർക്കെല്ലാം ഇപ്പോൾ ജപ്തി നോട്ടീസുകൾ ലഭിക്കുകയാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ് സാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നിരവധി വീടുകളിൽ ഈ ജപ്തി നോട്ടീസുമായി ബാങ്ക് അധികൃതർ കയറിയിറങ്ങിയാണ് സാർ. അത് അടിയന്തരമായി നിർത്തിവെക്കാനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കർഷകരുടെ കടാശ്വാസ കമ്മീഷൻ അത് എഫക്റ്റീവായി നടത്തേണ്ടതായിട്ടുണ്ട് സാർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ കടാശ്വാസ കമ്മീഷൻ നിശ്ചലമായി നിൽക്കുകയാണ്. 2016 വരെയാണ് ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലെ ഇതുപോലെ പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് കടാശ്വാസ കമ്മീഷൻ വഴി അപേക്ഷ നൽകാൻ സാധിക്കുന്നത്. 2020 വരെ അപേക്ഷിക്കാൻ സാധിക്കുക.
വയനാട് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് മാത്രമാണ്. സർ, അത് 2021 വരെ അത് എല്ലാ ജില്ലകളിലും അതിനുള്ള അവസരം കടാശ്വാസ പദ്ധതി പ്രകാരം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ 2021 വരെയുള്ള ലോണുകൾക്കെങ്കിലും ബാധകമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ നൽകിയിരിക്കുന്ന ഇളവുകൾ, ആ ബാങ്കിന് കൊടുക്കേണ്ട തുക സർക്കാർ അടിയന്തരമായി കൊടുക്കണം. കാരണം ബാങ്കുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് സാർ ഉള്ളത്. അപ്പോൾ ഇക്കാര്യം വളരെ ഗൗരവമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് സാർ, സർക്കാരിൻ്റെ വളരെ യുക്തിസഹമായിട്ടുള്ള തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. 192 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചത് വളരെ സ്വാഗതാർഹമാണ്. സാർ, ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ നേരിടുന്ന, വന്യമൃഗശല്യം നേരിടുന്ന മണ്ഡലങ്ങളിൽ മണ്ഡല അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം ഒരുക്കണം. അതുപോലെ തന്നെ DFO ഓഫീസും റേഞ്ച് ഓഫീസും അതുപോലെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനും ഒക്കെ ഈ അഫക്റ്റഡ് ഏരിയയിലല്ല ഉള്ളത്. അപ്പോൾ അഫക്റ്റഡ് ഏരിയകളിൽ കൂടുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ, RRT, അതുപോലെ പ്രാദേശികമായ ആവശ്യം മനസ്സിലാക്കി ജനപ്രതിനിധികളെ കൂടി വിശ്വാസത്തിലെടുത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സാർ, ടൂറിസം മേഖലയിൽ ഞാൻ അവസാനിപ്പിക്കാം സാർ. ടൂറിസം മേഖലയിലും ഒരു വലിയ അസന്തുലിതാവസ്ഥ ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ടൂറിസം മേഖലയെക്കുറിച്ച് വളരെ വാചാലമായി കഴിഞ്ഞ സർക്കാർ സംസാരിച്ചെങ്കിലും അത് അർഹിക്കുന്ന മേഖലകളിൽ ടൂറിസം വികസനം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ അതിൻ്റെ ടൂറിസം വികസനത്തിന് ആവശ്യമായ ഫണ്ട് നൽകിയിട്ടില്ല. ഈ മലയോര മേഖലയിലെ ടൂറിസം പദ്ധതികളെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ സ്വീകരിച്ചത്. അതിലൊരു മാറ്റമുണ്ടാക്കണം. മലബാറിലെ ടൂറിസം പ്രൊമോഷൻ കാര്യമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൈതൽമല, പാലക്കയം തട്ട് പോലെയുള്ള ഹിൽ സ്റ്റേഷൻസിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സാർ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം സാർ. നമ്മുടെ സംസ്ഥാനത്തെ ബെഡ് സ്കൂളുകളെ സംബന്ധിച്ചാണ്. ചില പഞ്ചായത്തുകളിൽ നമുക്ക് ബെഡ് സ്കൂളുകളുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് പഞ്ചായത്തുകൾ തന്നെയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് പല പഞ്ചായത്തുകൾക്കും വലിയ സാമ്പത്തികമായ ഒരു വലിയ ബാധ്യതയായി മാറുന്നുണ്ട്. അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കണം. എല്ലാ പഞ്ചായത്തിലും ബെഡ് സ്കൂളുകൾ ആരംഭിക്കാൻ സാധിച്ചാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഓട്ടിസം പോലെ വളരെ പ്രയാസം നേരിടുന്ന നമ്മുടെ കുട്ടികൾക്ക് വലിയ ആശ്വാസകരമാകും. അവരെയൊക്കെ സഹായിക്കാനുള്ളൊരു പ്രത്യേകമായ ഒരു ഡ്രൈവ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഏറ്റവും നന്നായി സേവനം ചെയ്യുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ എഡ്യൂക്കേറ്റർമാരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്ന്, അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അക്കാര്യം കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. നന്ദി.